ഹലോ, നമുക്കിന്ന് ഒരു അയില മുളകിട്ടത് ഉണ്ടാക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 3 വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ പീസും 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് നന്നായി വഴന്നു വന്നാൽ ഇതിലേക്ക് 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി വരുന്നത് വരെ ഇതിനൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പുളിവെള്ളവും 1 കപ്പ് അളവിൽ സാദാ പച്ചവെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള അയിലയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ പീസുകളും ഇതുപോലെ ആ ഗ്രേവിയിലേക്ക് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം കൂടുതലായിട്ട് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം ഫ്ലെയിം ലോയിലിട്ടിട്ട് അല്പം കറിവേപ്പില അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ അയില മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റോ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും എല്ലാം ഒന്ന് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ കൂടെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.